ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമീസ് ഓഫ് സ്കെയിൽ. നിർബന്ധമായിട്ടും ഒന്ന് പഠിക്കേണ്ടതാണ്. എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്കെയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ കാര്യവും ഒരു ലോങ് റണ്ണിലേക്കായിരിക്കും മിക്കവാറും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഒരു ലോങ് റണ്ണിൽ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും കൂട്ടേണ്ടി വരും. ഒരു കമ്പനി തുടങ്ങുമ്പോൾ 10,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത് വിചാരിക്കുക. അതൊരു 4-5 വർഷം അങ്ങനെ തന്നെ പോയിട്ട് എല്ലാ കാലത്തും 10,000 യൂണിറ്റ് പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ പ്രൊഡക്ഷനൊക്കെ കൂടേണ്ടി വരും, സെയിൽ കൂടും, ഡിമാൻഡ് കൂടും അല്ലേ. അതുകൊണ്ട് ഭാവിയിൽ ഒരു ലോങ് റണ്ണിലേക്ക് എന്തായാലും തുടങ്ങുന്ന യൂണിറ്റ് ആയിരിക്കില്ല പിന്നീട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഫേമിന് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. അതായത് ഏതുവരെ ഇൻക്രീസ് ചെയ്യാം? അപ് ടു എ പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരേക്കും അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനെ ഉയർത്താം, അല്ലെങ്കിൽ അതുവരേക്കും അവർക്ക് കൂട്ടിക്കൊണ്ട് പോവാന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ ആ ഒരു എക്കണോമി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണ്, ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജാ. അതായത് ഒരു ഫേം അതിൻ്റെ ഈ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ കാലത്തും അതിൽ നിൽക്കാൻ പറ്റില്ല. ഒരു ലോങ് റണ്ണിലേക്ക് പോകുമ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരേക്ക് അതിൻ്റെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനെ അവർക്ക് ഉയർത്തേണ്ടി വരും, റേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ, പ്രൊഡക്ഷൻ കൂടി കഴിയുമ്പം കോസ്റ്റ് അവർക്ക് ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. അങ്ങനെ കോസ്റ്റ് കുറയുമ്പോഴാണ് കൺസ്യൂമേഴ്സിനും പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുക. അപ്പോൾ ഈ എക്കണോമി എന്ന വേർഡോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. അപ്പം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് ഒരു കമ്പനി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് പഠിക്കുക. വീണ്ടും ഈ എക്കണോമീസ് ഓഫ് സ്കെയിലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ ആയിട്ടുള്ള എക്കണോമി, ഇന്റേണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ എന്താണ് ഇന്റേണൽ ആയിട്ട് കിട്ടുക? നമ്മുടെ കമ്പനിയുടെ സൈസ് ഒന്ന് കൂട്ടുക, അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഒന്ന് കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് കോസ്റ്റ് അഡ്വാൻറ്റേജ് കൂടും അല്ലേ. കോസ്റ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ഷനും എക്സ്പാൻഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റേണൽ എക്കണോമി എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ആർക്കാണ് കിട്ടുന്നത്? ആരാണോ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നത് കമ്പനിയുടെ, അവർക്കായിരിക്കും ഈ ഒരു സാഹചര്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമിക് അഡ്വാൻറ്റേജസ് വിത്ത് വിച്ച് ദ ഫേം വെൻ ഇറ്റ് എക്സ്പാൻഡ്സ് ഇറ്റ് സൈസ്, ഒരു ഫേമിൻ്റെ സൈസ് വർദ്ധിപ്പിക്കുകയോ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് എക്കണോമിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇന്റേണൽ എക്കണോമി എന്ന് പറയുന്നത്. സോ വിച്ച് ആർ ജനറേറ്റഡ് ഫ്രം വിത്തിൻ ദ ഫേം ആസ് എ കോൺസിക്വൻസ് ഓഫ് ഇറ്റ്സ് ഗ്രോത്ത്. ഒരു കമ്പനി വളർച്ചയുടെ വക്കിലാണ്, വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഫേമിന് എന്തുണ്ടാവുന്നത്, ഈ ഒരു എക്കണോമീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്റേണലി എങ്ങനെയാണത് നമുക്ക് ഒരു ഫേം എക്സ്പാൻഡ് ചെയ്യുമ്പം സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടുമ്പം ഇന്റേണലി അതിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എവിടെയൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുക? ടെക്നിക്കൽ എക്കണോമി, ടെക്നിക്കൽ ലെവലിൽ നമുക്ക് കിട്ടും. എങ്ങനെയാണ് അത് കിട്ടുന്നത്? ഫേം എക്സ്പാൻഡ് ചെയ്യാന്ന് വിചാരിക്കുക, അതിൻ്റെ സൈസൊക്കെ കൂട്ടുമ്പം അവർക്ക് നല്ല രീതിയിൽ പ്ലാന്റും മെഷീനറി എക്യുപ്മെൻറ്റ്സും ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ യൂസ് ചെയ്യുമ്പം അവർക്ക് സുപ്പീരിയർ ടെക്നിക്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പം പ്ലാന്റ് ആൻഡ് മെഷീനറിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട്, കാരണം ഇവിടെ ഓൾസോ അതെന്തുകൂടി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫേം വലുതാക്കുമ്പം വലിയ വലിയ ഓട്ടോമേറ്റഡ് മെഷീനറി ഒക്കെ വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട് ഇന്റേണലി. ഇനി മാനേജീരിയലായിട്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താ? ഒരു ഫേം അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല കഴിവുള്ള മാനേജീരിയൽ എക്സ്പേർട്സിനെ ആവശ്യമാണ്. എന്തിന്? നമ്മുടെ പ്രൊഡക്ഷനും സെയിൽസും അക്കൗണ്ട്സും ഒക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ ഫേം എക്സ്പാൻഡ് ചെയ്യാമെന്ന് വിചാരിക്കൂ. ആ സമയത്ത് നമുക്ക് ഇനി പുതിയതായിട്ട് വീണ്ടും ഒരു സ്കിൽഡ് മാനേജറെ ആവശ്യം ഉണ്ടാവുമോ? അതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് സ്റ്റാഫിനെ വെക്കേണ്ടി വരും. അങ്ങനെ പ്രത്യേകിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആളെയൊന്നും അപ്പോൾ അവിടെ വെക്കേണ്ടി വരില്ല. കാരണം ടു മാനേജ് അഡീഷണൽ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്,
നമുക്ക് എത്രയാണോ നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും മാർക്കറ്റ് ഒക്കെ ചെയ്യുന്നത്, ഒരിക്കലും ഒരു അഡീഷണൽ മാനേജറെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ടെക്നിക്കലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, മാനേജീരിയലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. മാനേജീരിയലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ഫേം എക്സ്പാൻഡ് ചെയ്യുമ്പം തീർച്ചയായിട്ടും അതിൽ ആദ്യത്തെ പ്രാവശ്യം എക്സ്പാൻഡ് ചെയ്യുമ്പം സ്കിൽഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെയൊക്കെ നമുക്ക് എക്സ്പേർട്ടിനെയൊക്കെ ആവശ്യമാണ്. പക്ഷെ പിന്നീട് വീണ്ടും അത് വളർച്ച പ്രാപിക്കുമ്പം വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ആയിട്ടൊരു മാനേജറെ അവിടെ നോക്കി നടത്താൻ നമുക്ക് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്തോറും അവിടെ നമുക്ക് മാനേജറിയൽ കോസ്റ്റ് കുറഞ്ഞ് കിട്ടുകയാണ് ചെയ്യുന്നത്. കൂടാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ടെലക്സും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടിയിട്ട് നമുക്ക് സമയവും പണമൊക്കെ എഫേർട്ടൊക്കെ കുറയ്ക്കാൻ അവിടെ സാധിക്കും. പിന്നെ ഇൻറ്റേർണലായിട്ട് കിട്ടുന്നത് എന്താ? നമുക്ക് ടെക്നിക്കലായി കിട്ടുന്നുണ്ട്, മാനേജറിയലായി കിട്ടുന്നുണ്ട്, കൊമേഴ്ഷ്യലായിട്ട് എക്കണോമീസ് ഉണ്ടാകുന്നത്. കൊമേഴ്ഷ്യലായിട്ട് എന്താ ബെനിഫിറ്റ് ഉണ്ടാവുക? ഫേം വലിയൊരു ഫേം ആണെന്ന് അവിടെ ഒരുപാട് റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. ബൾക്ക് ക്വാണ്ടിറ്റി ആയിരിക്കും പ്രൊഡക്ഷനൊക്കെ കിടക്കുന്നുണ്ടാവുക. അങ്ങനെ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എന്താ ബെനിഫിറ്റ് കിട്ടുക? ഡിസ്കൗണ്ടുകൾ കിട്ടും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ. അതേപോലെ ഒന്നിച്ച് സാധനം വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ഒറ്റ തവണ കൊണ്ടുവരാൻ മതി. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ കുറയും. അതേപോലെ തന്നെ അവരുടെ കയ്യിൽ എപ്പോഴും ലാർജ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റും അവിടെ കുറഞ്ഞു കിട്ടും. ഇതാണ് കൊമേഴ്ഷ്യലായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മാർക്കറ്റിംഗ് ബേസിൽ വരുന്ന ബെനിഫിറ്റുകളാണ്. ലാർജ് ക്വാണ്ടിറ്റി ഫേം സെല്ല് ചെയ്യുമ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് എന്താവും? പെർ യൂണിറ്റ് കുറയും. അതുകൊണ്ട് തന്നെ അവർക്ക് ലാർജ് എമൗണ്ട് ഏതിനു വേണ്ടി കൊടുക്കാൻ പറ്റും? അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ പറ്റും. കാരണം വലിയ ക്വാണ്ടിറ്റിയിലാണ് പ്രൊഡക്റ്റൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ എക്സ്പെൻസ് അവിടെ സെല്ലിംഗ് എക്സ്പെൻസ് അവിടെ യൂണിറ്റ് പെർ യൂണിറ്റിന് കുറവ് വരുമ്പം അതിൽ നമുക്ക് ലാഭിക്കാവുന്ന പൈസേനെ എവിടേക്ക് മാറ്റാം? അഡ്വർടൈസ്മെൻറ്റിലേക്ക് ഉപയോഗിക്കാം. അഡ്വർടൈസ്മെൻറ്റ് നല്ലോണം കൊടുക്കുകയെന്ന് വെച്ചാൽ എന്താ? സെയിൽസ് അവിടെ കൂടില്ലേ? അപ്പോൾ പാക്കിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ നമുക്ക് കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒരു ലാർജർ ഫേമിനെ സംബന്ധിച്ചോളം അഡ്വർടൈസിങ്ങും പാക്കേജിങ് കോസ്റ്റൊക്കെ അവിടെ കുറച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കറ്റിൽ ലാർജർ ഫേമിന് നല്ലൊരു പേരും ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് വില്ലും റെപ്യൂട്ടേഷനൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു ബെനിഫിറ്റ് കിട്ടുന്നത്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഫിനാൻഷ്യൽ എക്കണോമിയാണ്. ഫിനാൻഷ്യൽ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫേമുകളാവുമ്പം അവർക്ക് എന്ത് വേണ്ടി വരും? നല്ല ക്യാപിറ്റൽ മാർക്കറ്റിൽ എപ്പോഴും നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും, നല്ലൊരു പേരുണ്ടായിരിക്കും എല്ലാവരുടെ ഇടയിലും അല്ലേ, വലിയ വലിയ ഫേമുകൾക്ക്. അപ്പോൾ ആ പേര് ഉപയോഗിച്ച് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? പൈസയൊക്കെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ലോണ് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റിലൊക്കെ ബാങ്കുകളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നല്ല റെപ്യൂട്ടേഷൻ ആ മാർക്കറ്റിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുവഴി അവർക്ക് വീണ്ടും കുറേ റിസർവ് ഉണ്ടാക്കാം. എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ റിസർവ് യൂസ് ചെയ്യാം. അങ്ങനെ ഫിനാൻഷ്യലി അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ അതൊക്കെയാണ്. ടെക്നിക്കലി നമുക്ക് കിട്ടുന്നുണ്ട്, മാനേജീരിയലി കിട്ടുന്നുണ്ട്, കൊമേഴ്ഷ്യലി കിട്ടുന്നുണ്ട്, മാർക്കറ്റിംഗ് ലെവലിൽ കിട്ടുന്നുണ്ട്, ഫിനാൻഷ്യലായിട്ട് കിട്ടുന്നുണ്ട്. റിസ്ക് ആൻഡ് സർവൈവൽ എക്കണോമി. റിസ്ക് ആൻഡ് സർവൈവൽ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ? ബിഗ്ഗർ ഫേംസ് ആണെങ്കിൽ നല്ല ബെറ്റർ പൊസിഷൻ ആയിരിക്കും ടു സ്പ്രെഡ് ദ റിസ്ക്. അവർക്ക് എത്ര വലിയ ബാധ്യത വന്നാലും വലിയ വലിയ ഫേമുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ആ റിസ്കിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അത്? കാരണം അവർക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാർജ് ഫേംസ് ആകുമ്പം വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുക, ഒരു പ്രൊഡക്റ്റ് ഒന്നല്ല ഉണ്ടാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലൊക്കെ ഒരു കുറച്ച് നഷ്ടം വന്നു, റിസ്ക് വന്നു എന്നുണ്ടെങ്കിലും മറ്റുള്ള പ്രൊഡക്റ്റിൻ്റെ ലാഭം കൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വയ്ക്കുക, പക്ഷേ അതൊരിക്കലും വലിയൊരു പ്രശ്നമായിട്ട് അവർക്ക് വരില്ല. എന്തുകൊണ്ടാണ്? അത് ആ നഷ്ടം അവർ നികത്തുന്നത് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂട്ടിയിട്ടോ വില കൂട്ടിയിട്ടോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ അവർക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. റിസ്ക് വരുമ്പോഴും അതിനെ അതിജീവിക്കാൻ പറ്റും. ഇനി വെൽഫെയർ ആയിട്ടുള്ള എക്കണോമി അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? വലിയ വലിയ ഫേം ആകുമ്പം അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഒരുപാട് നല്ല നല്ല വെൽഫെയർ ഫെസിലിറ്റി കൊടുക്കാൻ പറ്റും. സബ്സിഡിയോട് കൂടിയിട്ട് വീടും ക്യാൻറ്റീൻ ഫെസിലിറ്റിയും അവരുടെ കുട്ടികളെ നോക്കാനുള്ള ക്രഷും അങ്ങനെയുള്ള റിക്രിയേഷൻ ഫെസിലിറ്റിയും ഒക്കെ കൊടുക്കാൻ പറ്റും. അതും ഈ ഒരു ഫേം വലുതാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതുവഴി അവരുടെ കയ്യിലുള്ള ഹ്യൂമൻ ക്യാപിറ്റലിനെ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കൂടും. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഫേം അതിൻ്റെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനോ അതല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനോ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പരിധി വരേക്ക് അതിന് എക്സ്പാൻഡ് ചെയ്യുമ്പം കുറച്ച് കോസ്റ്റ് അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ കുറച്ച് ലാഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
അതിനെയാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് ഓർത്താൽ മതി. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനൊക്കെ കൂട്ടുമ്പോൾ ഉള്ള ബെനിഫിറ്റുകൾ ഏതൊക്കെ തരത്തിൽ ഇൻറ്റേർണലായിട്ടും ബെനിഫിറ്റ് ഉണ്ട്, എക്സ്റ്റേണലായിട്ടും ബെനിഫിറ്റ് ഉണ്ട്. ഇൻറ്റേർണലായിട്ട് ടെക്നിക്കൽ, മാനേജീരിയൽ, കൊമേഴ്ഷ്യൽ, മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ, റിസ്ക് ആൻഡ് സർവൈവൽ, വെൽഫെയർ, ഇത്രയും ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് നോക്കാം. എക്സ്റ്റേണൽ എക്കണോമീസ്. വെൻ മെനി ഫേംസ് എക്സ്പാൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, ചിലപ്പം ചില ഫേമുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സ്പാൻഡ് ചെയ്യുള്ളൂ. ആദ്യത്തെ കേസിൽ ഫേം മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെ വരുമ്പം ആ ഭാഗത്തുനിന്ന് അവർക്ക് നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ് അവിടെ കിട്ടും. ഇതിനെയാണ് എക്സ്റ്റേണൽ എക്കണോമി എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ എക്കണോമീസും പഠിക്കുക, ഇൻറ്റേർണൽ എക്കണോമീസും പഠിക്കുക, അതിൻ്റെ ടൈപ്സും പഠിക്കുക, നിർബന്ധമായും പഠിക്കുക. ഇതിൽ നിന്ന് വരാവുന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ കൂടിയാണ്. എക്സ്റ്റേണൽ എക്കണോമീസ് ആർ ദോസ് എക്കണോമീസ് വിച്ച് ആർ അവൈലബിൾ ടു ദ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി വെൻ ഇൻഡസ്ട്രി എക്സ്പാൻസ്. അവരുടെ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഫേംസിന് അവൈലബിൾ ആയിരിക്കുന്ന സൗകര്യങ്ങളെയാണ് എക്സ്റ്റേണൽ എക്കണോമി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ external economies are those which arise a consequence or concentration and growth of an industry within an area. ഒരു ഏരിയയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അതുവഴി കിട്ടുന്ന ഗുണങ്ങളെയാണ് എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ എക്കണോമീസ് പ്രധാനമായിട്ടും 4 തരത്തിലുള്ളത്. എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ. എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലാർജ് നമ്പർ ഓഫ് ഫേംസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഇൻഡസ്ട്രിയുടെ വളർച്ചയിലും അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ കിട്ടും ആ ഇൻഡസ്ട്രിക്ക് തന്നെ. അതായത് ഇപ്പോൾ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു 5-8 കമ്പനി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്തേക്ക് വരുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് മറ്റുള്ളവർക്കും കൂടിയല്ലേ കിട്ടുന്നത്. പിന്നെ ബാങ്കിങ് സർവീസ് യൂട്ടിലൈസ് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ, റോ മെറ്റീരിയൽസ്, ട്രെയിനിങ് ഫെസിലിറ്റീസ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് കിട്ടുന്നത്, ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ബെനിഫിറ്റ് ആണത്. പിന്നെ ഇൻഫർമേഷൻ, നമ്പർ ഓഫ് ഫേംസ് ഒരു ഇൻഡസ്ട്രിയിൽ കൂടുമ്പോൾ എന്താവും, തീർച്ചയായിട്ടും ഒരുപാട് ആക്ടിവിറ്റീസ് അവരെല്ലാവരും ചേർന്ന് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് റിസർച്ചോ എക്സ്പെരിമെൻറ്റുകളൊക്കെ ഒരുമിച്ച് നടത്തുമ്പം ആ ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇൻഫർമേഷൻ റിഗാർഡിങ് സച്ച് സ്റ്റഡി, എന്താണോ അവർ പഠിച്ചത് അത് പബ്ലിഷ് ചെയ്യുക ജേണലിലോ, അല്ലെങ്കിൽ മറ്റുള്ള ഫേംസിനും കൂടി, ആ ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ള ഫേംസിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ബുള്ളറ്റിനിലൊക്കെ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ ജേണൽസും ബുള്ളറ്റിൻസും ഒക്കെ മറ്റുള്ള ആളുകൾക്കും മോഡേൺ ടെക്നോളജിയും ഇൻവെൻഷനും മാർക്കറ്റ് കണ്ടീഷനും ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ള വിവരങ്ങൾ മറ്റുള്ളവർക്കും കിട്ടും. അപ്പോൾ എക്സ്റ്റേണൽ എക്കണോമി പറയുമ്പോൾ ഓർമ്മ വരണം, ഏതെങ്കിലും ഒരു ഏരിയ നേടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ബാക്കി എല്ലാവർക്കും, ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്നതിനാണ് എക്സ്റ്റേണൽ എക്കണോമി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എക്കണോമീസ് ഡിസിൻറ്റഗ്രേഷൻ ആണ്. എക്കണോമി ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുമ്പം ഫേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്യും, എന്ത്, ഡിവൈഡ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് എമംഗ് ദംസെൽസ്. അവരുടെ ഇടയിൽ തന്നെ അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഓരോ ഫേമും ചിലപ്പം പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കും ഏതെങ്കിലും പെർട്ടിക്കുലർ ഐറ്റത്തിലൊക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലുകളെ നമുക്കവിടെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സൈക്കിൾ ഇൻഡസ്ട്രി എടുക്കുക, അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണെങ്കിൽ സം ഫോം സ്പെഷ്യലൈസ് ഇൻ ദ ചെയിൻസ് ആയിരിക്കും. ചിലർ സൈക്കിൾ നിർമ്മാണത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്യും, ചിലവർ അതിൻ്റെ ചെയിനിലായിരിക്കും, ചിലർ പെഡലായിരിക്കും, ചിലർ റിമ്മോ ഹബ്ബോ, അങ്ങനെ ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സേവനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനെയാണ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്നതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കൂടുതൽ സമയം ലാഭിക്കാൻ പറ്റും, മെറ്റീരിയൽസ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ നല്ലതാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പല പല പാർട്ടുകൾ പല സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് ആ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എക്കണോമീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, സമയം സേവ് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ അഡ്വാൻറ്റേജ്, അവിടെ മെറ്റീരിയൽസ് സേവ് ചെയ്യാൻ പറ്റും, അതൊക്കെ കിട്ടുന്നതാണ് പറയുന്നത്. 4ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എക്കണോമീസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. എക്കണോമീസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം സൊസൈറ്റിക്കും ഇത് എക്സ്പാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ബെനിഫിറ്റുകൾ കിട്ടുക.
എങ്ങനെ കിട്ടുക? ഒരുപാട് പേർക്ക് ജോലി സാധ്യത അവിടെ കൂടും. ജോലി കിട്ടുമ്പോൾ എന്താവും? അവരുടെ ഇൻകം അവിടെ കൂടും. ഇൻകം കൂടുമ്പോൾ എന്താവും? അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവിടെ കൂടും. ഇൻഡസ്ട്രിയലി ലോക്കലൈസ്ഡ് ഏരിയ നല്ല രീതിയിൽ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ എക്കണോമീസ് ഉണ്ടാവുമ്പോഴുള്ള ബെനിഫിറ്റുകൾ. കോൺസെൻട്രേഷൻ, ഇൻഫർമേഷൻ, ഡിസിൻറ്റഗ്രേഷൻ, സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്ത ടോപ്പിക്ക് പറയുന്നത് ഡിസ്എക്കണോമീസ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാനോ ഗ്രോ ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും എന്ന് പറയും. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബെനിഫിറ്റ് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും കിട്ടുമെന്നും പറഞ്ഞു. അത് അവിടെ ഇരിക്കച്ചല്ലേ, ഓവറായിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ പോവുക വിചാരിക്കുക. വല്ലാതെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ പോവുക. നമ്മൾ പറയുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എക്സ്പാൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിസ്എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ? ആ പേര് തന്നെ അറിയാൻ പറ്റും. ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാവില്ല. എക്കണോമി പറഞ്ഞ അഡ്വാൻറ്റേജാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഡിസ്എക്കണോമി എന്താ? ഗുണമില്ലാത്ത അവസ്ഥ, അഡ്വാൻറ്റേജ് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഡിസ്എക്കണോമിയുടെ പ്രത്യേകത എന്തായിരിക്കും? ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ബാഡ്. അധികമായാൽ അമൃതം വിഷം. ഏതൊരു കാര്യവും കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ അത് മോശമായിട്ട് ഭവിക്കുന്നു. അപ്പോൾ വെൻ എ ഫേം കണ്ടിന്യൂസ് ടു എക്സ്പാൻഡ് ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ്, ഓരോ ഫേമിനും ഒരു ഓപ്റ്റിമം ലെവൽ ഉണ്ടാവും. അതുവരേക്കൊക്കെ വേണമെങ്കിൽ ഇടയ്ക്ക് ചെയ്തിട്ട് അതുവരേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതിൻ്റെ അപ്പുറം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അവിടെ ഡിസ്എക്കണോമിയാണ് ഉണ്ടാവുക. എക്കണോമി അല്ല ഉണ്ടാവുക, ഡിസ്എക്കണോമി റൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡിസ്എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്അഡ്വാൻറ്റേജാണ്. എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അഡ്വാൻറ്റേജ് കിട്ടുക, അതാണ് എക്കണോമീസ് എന്ന് പറയുന്നത്. എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പരിധിയും കഴിഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പം അവിടെ എക്കണോമി അല്ല ഉണ്ടാവുക, ഡിസ്എക്കണോമിയാണ്, അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഈ ഡിസ്എക്കണോമി നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഇൻറ്റേർണലായിട്ടും പ്രശ്നം കാണിക്കും, എക്സ്റ്റേണലായിട്ടും പ്രശ്നം കാണിക്കും. ഇൻറ്റേർണലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണം തന്നെയാണ് ഇവിടെ ദോഷമായിട്ട് പറയുന്നത്. മാനേജീരിയൽ എക്കണോമി അവിടെ പറഞ്ഞു. ഫേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെ എടുക്കും. അതുകൊണ്ട് പിന്നെയും ഗ്രോ ചെയ്യുമ്പോൾ അവരെ തന്നെ വെച്ചിട്ട് നമുക്ക് ഡീൽ ചെയ്ത് പോവാമെന്നൊക്കെ. പക്ഷെ ഒരു പരിധിയും കഴിഞ്ഞ് നമ്മുടെ ഫേം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാവരുടെയും ശ്രദ്ധിക്കാൻ പറ്റുമോ? ആ ഒരു സ്കിൽഡാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരുടെ എഫിഷ്യൻസിക്കും ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ ഓവർലോഡായിട്ട് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പലതിനെയും ബാധിക്കും. ഡെസിഷൻ എടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ റെഡ് ടേപ്പിസ് ഉണ്ടാവും അല്ലേ, അഴിമതികളും അതേപോലെ തന്നെ കൈക്കൂലി കേസ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. കാരണം ഒരുപാട് അധികം അത് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേഷനും സൂപ്പർവിഷനും കൺട്രോൾ ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നതാണ് പറയുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റേ ഉണ്ടാവില്ല മാനേജ്മെൻറ്റും വർക്കേഴ്സുമായിട്ട്. അങ്ങനെ വരുമ്പോൾ ലേബർ ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ പറഞ്ഞ പോയിന്റിനെ തന്നെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ഇൻറ്റേർണൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പമാണ്. ഇൻറ്റേർണൽ എക്കണോമിയുടെ ടൈപ്പ് പഠിക്കുമ്പോൾ ടെക്നിക്കൽ പഠിച്ചു, മാനേജീരിയൽ പഠിച്ചു, അതേപോലെ തന്നെ ഫിനാൻഷ്യലും റിസ്ക്കും പഠിച്ചു. ഈ 4 എണ്ണം തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ മാനേജീരിയൽ വരുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. എക്സ്പാൻഡ് ചെയ്യുമ്പം കൂടുതൽ ആളുകളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് പകരം ഒരാളെ വെച്ച് തന്നെ വർക്ക് ചെയ്യുക. വരുമ്പോൾ ഡിസിഷൻ എടുക്കാനും കൺട്രോൾ ഇല്ലാതെയും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യാതെ പോകാനും ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുവഴി ഇവിടെ പ്രശ്നം ഉണ്ടാവും ഇവിടെ കാണിക്കുക. ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ഓവർ സ്ട്രെയിൻ ചെയ്യുകയാണ് അല്ലേ. ലാർജ് സ്കെയിലിലേക്ക് മാറുമ്പം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻസിനൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാനും അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനും അതുവഴി അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ അവിടെ കൂടും. അതേപോലെ തന്നെ ചിലപ്പോൾ നല്ല ടെക്നിക്കൽ എക്സ്പേർട്സിനൊന്നും നമുക്ക് കിട്ടിയില്ല എന്ന് വരും. നല്ല പുതിയ മെഷീനറി ഒക്കെ ആണെച്ചാൽ പിന്നെ പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താവും? കൂടുതലായിട്ട് ആളുകളെ നിയോഗിക്കേണ്ടതായിട്ട് ആവശ്യമൊക്കെ വരും. ഫിനാൻഷ്യൽ എക്കണോമി പറഞ്ഞപ്പോൾ അവിടെ എന്താ നമുക്ക് പറഞ്ഞത്? ഫേം വലുതാണെങ്കിൽ എളുപ്പത്തിൽ കടം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു വിശ്വാസവും പേരും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫണ്ടുകൾ എപ്പോൾ ഏതൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ റിസർവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും പറഞ്ഞു. പക്ഷേ ഫിനാൻഷ്യൽ വല്ലാതെ നമ്മൾ ബിസിനസ് വലുതാക്കി കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ഫണ്ട് അവിടെ ആവശ്യമായിട്ട് വരും. അങ്ങനെ വല്ലാതെ കടം വാങ്ങി എന്താവും? കൂടുതൽ ഇൻട്രസ്റ്റ് അവിടെ കൊടുക്കണ്ടേ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നൊക്കെ ഒരു നല്ല വിഹിതം എവിടെ പോവും? ഈ ഇൻട്രസ്റ്റിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോവും. അപ്പോൾ നമുക്ക് ആ ഫേം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ ഫണ്ടുകളുടെ തിരിമറിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കൂടുതലായിരിക്കും. പിന്നെ റിസ്ക് ആൻഡ് സർവൈവൽ ഡിസ്എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ
കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എന്തുണ്ടാവുന്നുണ്ട്? റിസ്ക്കും ഉണ്ടാവുന്നുണ്ട്. റിസ്ക് ഒരു സ്ട്രൈക്ക് പോലെ, ലോക്കൗട്ട് പോലെ, ലേ ഓഫ് പോലെയൊക്കെ ഉണ്ടാവാൻ സാധ്യത അവിടെ കൂടുതലാണ്. ആളുകൾ ബഹിഷ്കരിക്കലും പണിക്ക് വരാതിരിക്കലും സ്ട്രൈക്ക് ചെയ്യലും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയൊക്കെ ആയിട്ട് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഡിസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആഡ്വേഴ്സ് ആയിട്ട് പെർഫോമൻസിനെ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ അത് നഷ്ടത്തിലേക്ക് പോവും. അപ്പോൾ കൂടുതൽ റിസ്ക് ആവും ചെറിയ ബിസിനസ്സുകളെ സംബന്ധിച്ചോളം. അപ്പോൾ ഈ ഒരു ടോപ്പിക് എളുപ്പമല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? എക്കണോമി പറഞ്ഞാൽ അഡ്വാൻറ്റേജും ഡിസെക്കണോമി പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജും. എപ്പോഴാണ് ഈ ഗുണവും ദോഷവും ഉണ്ടാവുന്നത്? ഒരു പരിധി വരേക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറേ ഗുണവും കിട്ടുന്നുണ്ട്, കുറേ ദോഷമുണ്ട്. ആ ഗുണത്തിലത്തെ 4 പോയിന്റ് ഈ ദോഷത്തിലേക്ക് എടുത്താൽ മതി. മാനേജീരിയലും ടെക്നിക്കലും ഫിനാൻഷ്യലും റിസ്ക്കും. എളുപ്പമല്ലേ? അതാണ് ഇന്റേണലായിട്ട് വരുന്ന ഡിസെക്കണോമി. ഇന്റേണലായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെയാണ്. എക്സ്റ്റേണലായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ പറയുമ്പം ട്രാൻസ്പോർട്ടേഷൻ, കമേഴ്ഷ്യൽ ആയിട്ടുള്ളത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ളത്, മാർക്കറ്റിംഗ്, സോഷ്യൽ. ഈ പോയിന്റ് എവിടെ നിന്നാണ്? നമ്മുടെ ഇപ്പോൾ ഇവിടെ ടെക്നിക്കൽ പറഞ്ഞില്ലേ, അതായത് ഇന്റേണൽ എക്കണോമി പറഞ്ഞ സമയത്ത് അതിൽ ടെക്നിക്കലും മാനേജീരിയലും ഫിനാൻഷ്യലും റിസ്ക്കും പറഞ്ഞു. അപ്പോൾ ബാക്കി മാർക്കറ്റിംഗ്, കൊമേഴ്ഷ്യൽ, വെൽഫെയർ അതൊക്കെ ഇവിടെ കൂട്ടി പറഞ്ഞാൽ മതി. സോഷ്യൽ അതാണ് എക്സ്റ്റേണലായിട്ട് വരുന്ന ഡിസെക്കണോമി. ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഏരിയയിലേക്ക് കുറേ കമ്പനികൾ അവിടെ വരുന്ന സമയത്ത് ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ അവിടെ റോഡും സൗകര്യം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ബാക്കിയുള്ള കമ്പനിക്കും കിട്ടും പറഞ്ഞു. പക്ഷേ ഒരുപാട് ഫേമും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രാഫിക് സിസ്റ്റം ഒക്കെ ഹെവി ആയി മാറും. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് ജാമുകൾ ഉണ്ടാവും. പിന്നെ റോ മെറ്റീരിയൽ എത്തിക്കാനും ഫിനിഷ്ഡ് ഗുഡ്സ് കൊണ്ടുപോകാനൊക്കെ നമുക്ക് എന്താ പറയുക, അവിടെ നല്ല തിരക്കുള്ള കാരണം അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ അവിടെ കൂടും. പിന്നെ കൊമേഴ്ഷ്യലായിട്ട് ഡിസെക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈസ് വല്ലാണ്ട് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ നാച്ചുറലി ഇത് പ്രൈസ് എന്താവും? ആ ഭൂമിയുടെ വിലയും റോ മെറ്റീരിയലും ലേബറും ഒക്കെ അവിടെ കൂടുകയല്ലേ. അങ്ങനെ ഇൻക്രീസ്ഡ് ഡിമാൻഡും കൂടി വരുമ്പോൾ മൊത്തത്തിൽ നമുക്ക് പ്രൈസ് കൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരും. ബിൽഡിങ്ങിൻ്റെ റെൻ്റൊക്കെ കൂട്ടേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഫ്യൂവൽ കിട്ടാതെയാവുക, ഇലക്ട്രിസിറ്റി, വാട്ടർ ഇതിൻ്റെയൊക്കെ ചാർജ് കൂടുക. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ദുസ്സഹമാവും, ഭയങ്കരമായിട്ട് കൂടുന്നതാണ് പറയുന്നത്. ഫിനാൻഷ്യലി വരെ ഡിസെക്കണോമി പറഞ്ഞാൽ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ബാങ്കിൽ നിന്ന് കടം വാങ്ങുക. അങ്ങനെ വരുമ്പോൾ എന്താ, കൂടുതൽ കടബാധ്യതയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മാർക്കറ്റിംഗ് ഡിസെക്കണോമി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുമ്പം കോമ്പറ്റീഷൻ കൂടും അവിടെ ആ ഇടയിലുള്ള ഫേമുകൾ തമ്മിൽ. മെല്ലെ മെല്ലെ ഫേംസ് എന്താവും, ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ഒരു അൺഫെയർ ട്രേഡ്, തെറ്റായ നയങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം ഹെവി എമൗണ്ട് ഒക്കെ ചിലപ്പോൾ ഒരു നിർബന്ധമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനും സെയിൽസ് പ്രൊമോഷനൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ഡിസെക്കണോമിയാണ്. സോഷ്യൽ ഡിസെക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, കമ്പനി വലുതാക്കുമ്പം അടുത്തുള്ള ആളുകൾക്കൊക്കെ ജോലിയും അതുപോലെ ഇൻകവും അവരെ സ്റ്റാൻഡ് ഓഫ് ലിവിങ് ഒക്കെ കൂടും പറഞ്ഞു. പക്ഷേ പബ്ലിക്കിനെ നല്ല രീതിയിൽ അത് മോശമായി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊല്യൂഷൻ അല്ലേ, ജനവാസ മേഖലയിലൊക്കെ ഇങ്ങനത്തെ കമ്പനികൾ വല്ലാതെ വലുതാക്കി കൊണ്ടുവരുമ്പോൾ പൊല്യൂഷൻ വെള്ളത്തിലും എയറിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് അപ്പോൾ അവിടെ കൂടും. അവിടെ സ്ഥലത്തിന് വില കൂടും, ബിൽഡിങ്ങിനൊക്കെ വില കൂടും. സൊസൈറ്റിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് ഇലക്ട്രിസിറ്റിയും വാട്ടറൊക്കെ നല്ലോണം യൂസ് ചെയ്യേണ്ടി വരും, എവിടെ ഫേമുകളിലേക്ക്. അപ്പോൾ ചുറ്റുവട്ടം താമസിക്കുന്ന ആളുകൾക്കൊക്കെ അത് അധികം വേണ്ട അളവിൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റിൻ്റെയൊക്കെ പ്രൈസ് അവിടെ കൂടും. കാരണം ഹെവി അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷനും കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അവിടെ പ്രൈസും കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് രണ്ടും പഠിച്ചോളൂ. എസ്എ ക്വസ്റ്റിന് ചാൻസ് കൂടുതലാണ്. ഇതിൽ അതേ ചോദിക്കുള്ളൂ. ഇതിൽ 3 മാർക്സിന് ചോദ്യം വരാമെന്ന് പറഞ്ഞാൽ എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ചോദിക്കും, ഡിസെക്കണോമി എന്താ ചോദിക്കും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ എക്കണോമി എന്താ ചോദിക്കാം, എക്സ്റ്റേണൽ എക്കണോമി എന്താ ചോദിക്കാം. ഇത് എസ്എ ആയിട്ട് ഒന്നിച്ച് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് പഠിച്ചോളുക. ഓക്കെ.